അപ്പു അപ്പു എവിടെ പോയി കിടക്കുക നീ? അപ്പു മോനെ, അപ്പു സ്കൂളിൽ പോവാ സമയായല്ലോ, ഇങ്ങോട്ട് വാ. അപ്പോ അമ്മേ, ആ കുട്ടി ഒന്ന് വിളിക്കൂ, സ്കൂളിൽ പോകാൻ നേരായി. ദാ ചോറെടുത്തു. അപ്പോ അപ്പോ ഇവനിത് എവിടെ പോയി കിടക്കുക? അപ്പോ ഇല്ല, ഞാൻ മോനെ, ദാ ഈ ചോറ് പാത്രം കൂടെ കൊണ്ടുപോക്കോളൂ. ദാ നോക്കൂ, നിനക്ക് ഇഷ്ടമുള്ള കായോപ്പേരി വെച്ചിട്ടുണ്ട്, നോക്കൂ. വേഗം ഇങ്ങോട്ട് വരൂ കുട്ടിയെ. നീയേ ആ ശങ്കരൻകുട്ടിയുടെ വണ്ടിമേലെ അടങ്ങിയിരിക്കണം കേട്ടോ. തന്നെ എനിക്ക് എപ്പോഴും പേടിയാ. തരൂ. ഈ പടി കടന്ന തുടങ്ങി വയറ്റിലൊരാളല് തിരിച്ചു വരണവര്. ഈശ്വര, എന്റെ പെരുന്തർക്കോവിലപ്പാ. ഇങ്ങോട്ട് തിരി, മുടി ചെയ്യട്ടെ. നോക്കെന്റെ കുട്ടിയെ, ദേ കിരീടം വയ്ക്കാനുള്ള തലയാ. അപ്പൊ ഇങ്ങനെയായാലും എങ്ങനെയാ? ദേ എന്റെ അമ്മ ഭംഗിയിൽ ചെയ്വിത്തരാം, ശ്രീകൃഷ്ണനെ പോലെ. അയ്യേ, എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ശ്രീകൃഷ്ണൻ മുടി ചീന്താറില്ല, കുടുംബ കെട്ടിവെക്കുക ചെയ്യാ. ശരിയാ, എന്നാലും ഒന്ന് ചെയ്യാം. ഈ ചന്ദനം കൂടെ തൊട്ടുള്ളൂ. ആ ചന്ദനം തൊട്ട് തരാട്ടോ. മതി. ഒന്നാന്തരായി. അച്ഛാ, അച്ഛന്റെ ലളിതയെ കാണാൻ എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു. അതിന് ഇനി സമയമുണ്ടല്ലോ. എന്തെന്നെ കൊണ്ടുപോകാത്ത? കൊണ്ടുപോവാ. അച്ഛന് പറ്റില്ല, ഞാൻ വലുതായി. നന്ദകുമാര, ഇവനെങ്ങനെ വിട്ടാ പറ്റില്ല വാസു. നല്ല താളബോധ, വിസ്തരിച്ച് പഠിപ്പിച്ച എതിരില്ല. സ്കൂളിൽ പോവാറായി. അതെ, കുട്ടിശങ്കരൻ റെഡി. ഇപ്പൊ പുറപ്പെട്ടാലേ ആഞ്ഞു ചവിട്ടണം, എങ്കിലേ ബെല്ലടിക്കും മുമ്പ് സ്കൂളിലെത്തൂ. എനിക്ക് വയ്യ ഈ മണ്ട സൈക്കിളിനെ പിന്നിലിരിക്കാൻ, ഞാൻ നടന്നു പോയിക്കോളാം. മോന് നല്ലൊരു സൈക്കിൾ മേടിച്ചു തരാം, ഇച്ചിരി വലുതാകട്ടെ. വേണ്ട, ഇപ്പൊ ഞാൻ വലുതായില്ലേ. വാ. പോട്ടെ, മണ്ട സൈക്കിൾ പോട്ടെ പോട്ടെ. ശരി, ടിങ് ടിങ്. ടാറ്റാ ടാറ്റാ ടാറ്റാ. വാ, എല്ലാരും വാ, അടുത്ത് വാ വാ വാ. ആ ഗോപി, 3 ദിവസമായിട്ട് ഞാൻ തപ്പുക. പിന്നെ നാളെ നീ വീട്ടിലേക്കൊന്ന് വരണം. ആ തേങ്ങയെല്ലാം വിളഞ്ഞ് വീണ് തുടങ്ങി. നീ എവിടെയാ, കാണാനില്ലല്ലോ. പണി കൂടുതലായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ആ അത് ശരി, എന്നാ വരട്ടെ. ശരി, നാളെ കാണാം. അയ്യോ, വാ നമുക്ക് പോവാം. വാ വാ വാ. പൊക്ക അവിടുന്ന് കഴുത. എങ്ങനെയാ നേരെയാവുക? അടിച്ച് ചെപ്പക്കുറ്റി മൂളിക്കണം, അതാ വേണ്ടേ. കടന്നു പോവാൻ പോവാനാ പറഞ്ഞേ. അപ്പോ നീ ഇത് എപ്പോഴാ പഠിച്ചേ? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. വെറുതെ നോണ പറയണ്ട, പഠിക്കാണ്ട് എങ്ങനെയാ? ഒന്നൂടെ പാടുറാ. എനിക്കറിയില്ല. ഹോ, അവന്റെ ഒരു പവർ. പാടാൻ വയ്യെങ്കി വേണ്ട, നീ വലിയ ഭാഗതരല്ലേ. വാ നമുക്ക് പോവാം. സത്യമായിട്ട് എനിക്കറിയില്ല.
എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് തോന്നി, അത്രേ ഉള്ളൂ. എന്നാ വാ. ഹോ. अच्छा हिंदुस्ता हमारा सारे जहां से अच्छा हिंदुस्ता हमारा सारे जहां से अच्छा. നീ എന്താ പാടിയേ? എന്താ കാണിച്ചേ? അടിച്ചു നിന്നെ ശരിയാക്കും. ഇന്ന് മുഴുവൻ നീ ഒറ്റ കാലിൽ നിന്നോണം. കോപ്പറാട്ടി കാണിക്കാൻ നീ ഈ മിമിക്രി എല്ലാം കണ്ട് കണ്ട്. ഡിസിപ്ലിൻ അതാണ് ആവശ്യം, വ്യക്തിക്ക് നേഷനും. മതി ഒറ്റക്കാലം തപസ് ചെയ്തത്. സാരല്ലേ, ഇരുന്നോളൂ, ഞാൻ പറഞ്ഞോളാം. അപ്പൊ എന്തിനാ ട്യൂൺ മാറ്റി പാടിയേ? മാറ്റിച്ചാലും നന്നായിണ്ട് കേട്ടോ. നീ എവിടുന്ന് ഇതൊക്കെ പഠിച്ചേ? അച്ഛൻ പഠിപ്പിച്ചതാ? കോല് വെട്ടാൻ തരായാ മതി, ചിറക് വേണമെന്നില്ല എന്നായിരുന്നു ഒരു കാലം. ചാൽ ശി വഴക്കല്ലാന്നർത്ഥം. അപ്പൊ അതൊക്കെ മാറി. അതെന്തായാലും നമ്മുടെ ആശാന കോല് വെട്ടണ നിർത്തിച്ചേ. ചാൽ പ്രവൃത്തിക്ക് മുടക്കം വരരുതെന്നേ ഞാൻ കരുതിയുള്ളൂ. അവനവന്റെ വീട്ടിൽ ചെന്നിട്ട് എന്താച്ചാ ആയിക്കോട്ടെ. തലകുട്ടി മറിയേ, കുടുകുണ്ടം മറിയേ, എന്താച്ചാ. ശ്രേഷ്ഠായ കല്ലുവഴിച്ചിട്ടേ കള്ളുവഴിച്ചിട്ടാണ് ആക്ഷേപിക്കണ കേക്കാൻ വയ്യേ. ഇന്ന് അച്ഛനെന്റെ അമ്മയാ? അതെ, അച്ഛന്റെ അമ്മ. ബേഷ്, അച്ഛന് അമ്മയാവണ ദിവസം വില വില. എനിക്കമ്മ കാണണം. ആവല്ലോ, അരങ്ങിന്റെ മുന്നിൽ തന്നെ ഇരുന്നാ മതി. ഈ അമ്മ ഉണ്ണികൃഷ്ണന് മുല കൊടുക്കണ കാണാം. അമ്മ ഉണ്ണികൃഷ്ണൻ കൊല്ലുവോ? ഏയ്, ഉണ്ണികൃഷ്ണൻ ഈശ്വരനല്ലേ, മോക്ഷം നൽകി അങ്ങോട്ട് അനുഗ്രഹിക്കും. ഒക്കെ പറഞ്ഞുതരാം. അപ്പു എന്റെ കൂടെ നിന്നാ മതി. അമ്മേ. നമസ്കാരം. ഇതെന്റെ ഫ്രണ്ട് ജോമൻ, കാനഡയിൽ നിന്ന് വന്നിരിക്കുക. പണിക്കരാശാന്റെ കളി കാണാൻ വേണ്ടി മാത്രം. പണ്ടൊക്കെ ഞങ്ങൾ കൃഷ്ണനാരാശാന്റെ കളി കാണാൻ പോയ പോലെ. ആ മോനെ, അച്ഛനേക്കാൾ കേമനാവണം കേട്ടോ. വേണ്ട, അച്ഛൻ ക്യാമറയാ മതി. അതാണ് ഗുരുത്വം. എന്നാ തുടങ്ങല്ലേ? സുകുമാര നന്ദ കുമാര കുമാര നന്ദ